മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഓ, സിനിമ ഇപ്പോൾ തുടങ്ങിയില്ലേ? സിനിമ കാണാൻ വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ കൂട്ടുകാരൻ മൂക്സ്. എടാ, ആരാടാ എന്നെ ഗൂപ്സ് എന്ന് വിളിച്ചേ? ഓ, അത് പക്ഷിയുടെ ശബ്ദമായിരുന്നു അല്ലേ? ഇറ്റ്സ് യുവർ ലവബിൾ മൂക്സ്. ഞാനിപ്പോൾ വിസിറ്റിംഗ് കാർഡ് തരാം, എന്നെക്കുറിച്ച് പിന്നീട് പറയാം. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ ടോപ്പ് വ്യൂവിൽ കാണുന്നത് വയനാട്ടിലുള്ള ഒരു ഗ്രാമമാണ്. ബാറായാൽ തീർച്ചയായും ബീർ കാണും, അതുപോലെ ഗ്രാമമായാൽ നല്ല കൂട്ടുകാരും കാണും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ടിൻ ബീർ സൈസിലുള്ള KC ബോയ്സിന്റെ സ്റ്റോറിയെക്കുറിച്ചാണ്. ഇതാ ഇവിടെ കാണുന്നില്ലേ, ഈ ബേബി ബോയ്സിന്റെ സ്റ്റോറിയാണ്. ഈ കുട്ടികൾ ചെയ്യുന്ന ജോലിയൊന്നും അത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല. അതിരിക്കട്ടെ, കുട്ടികളായാൽ കുറെ കളികളും തമാശകളൊക്കെ കാണും. എന്തൊക്കെയായാലും ഈ കുട്ടികളെല്ലാം ഒന്നു ചേർന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുന്നുവെന്ന് സമ്മതിച്ചേ പറ്റൂ. കുഴിയെടുത്ത് കമ്പ് നട്ട് പന്തലിട്ട് സീരിയൽ സെറ്റെല്ലാം കെട്ടി അവരുടെ ബോസിനെ വളരെ ആഡംബരത്തോടെ സ്വാഗതം ചെയ്യും. ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലപ്പോഴൊക്കെ എന്നെ അറിയാതെ ചിരിച്ചു പോകാറുണ്ട്. ഞാനിപ്പോ ഈ ലഡ്ഡു ബോയ്സിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഈ ലഡ്ഡു ബോയ്സ് എന്ന പേര് എങ്ങനെയാ വന്നതെന്ന് അറിയോ? ഗണപതി പാപ്പ മോരിയ, ഗണപതി പാപ്പ മോരിയ. എത്ര വസൂല് കിട്ടിയാലും കിട്ടുന്നതിൽ ധനുഷിന്റെ മാമന്റെ മകൾക്ക് ഒരു ഷെയർ കൊടുത്തേ പറ്റൂ. ചേട്ടാ, എന്റെ ഷെയർ എവിടെ? എന്താടാ ഇവ വർഷം വർഷം ഇങ്ങനെ ചെയ്യുന്നത്? ചേട്ടാ, ഇപ്പൊ ഇവരുടെ ബോസ് ആരാണെന്ന കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും. ഇതാ കണ്ടോ, ഇദ്ദേഹമാണ് ഇവരുടെ ബോസ്. എല്ലാ വർഷവും പൂജിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. ഗണപതി പാപ്പ മോരിയ, ഗണപതി പാപ്പ മോരിയ, ഗണപതി പാപ്പ മോരിയ. സോ ക്യൂട്ട്, സുന്ദരക്കുട്ടൻ. ഇവരെല്ലാവരും ചെറുപ്പം മുതലേ പെൺകുട്ടികളെ എങ്ങനെയാണ് വലയിലാക്കുക എന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. കണ്ടോ, ഇവന് ഷെഡിയിടുന്ന പ്രായം തൊട്ടന്നെ മിടിയിടുന്ന ഈ പെണ്ണിനോട് ഒരു കണ്ണാണ്. ഏത് പെണ്ണാ വളയാത്തെ? ആ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവർ തരുന്ന ഈ ബിൽഡപ്പിന് ബിൽഡിംഗ് എന്നെ ആടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഇതാണ് ഇവരുടെ സ്ഥിരം സ്ഥലം. KGF ഫിലിം കാണുവാൻ വേണ്ടി ഇവർ പണം റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരുമാണ് മൊട്ടയനും മുടിയനും. ഇവരെ കണ്ട അവർക്കാകൂല, അവരെ കണ്ട ഇവർക്കും ആകൂല. അത് എന്തിനാണെന്ന് അറിയോ? എന്നെ കൊണ്ട് അതിപ്പോ പറയാൻ പറ്റില്ല. ബൈക്കോ വേണോ? എന്തായാലും എനിക്കത് വേണം. അറ്റാക്ക്! ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. എന്തിനാ നിനക്ക് കണ്ണു കണ്ടൂടെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആരാടാ നീ? ഞാൻ കണ്ടല്ലോ. കൈ എടുക്കടാ. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് പോവാം. കേക്ക്. ചേട്ടാ, ധനുഷേട്ടാ,
നീ എന്ത് തോന്നിയ സാറേ കാണിച്ചത്? നീ നമ്മുടെ പ്ലാൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ജോൺ സാർ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് മറുപടി അദ്ദേഹത്തിനോട് പറയാ? അദ്ദേഹം നമ്മൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ചേട്ടാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ചേട്ടാ. ആക്ച്വലി ഞാനങ്ങ് നടന്നു വരുമായിരുന്നു. അപ്പോഴാ പെണ്ണ്. ഏത് പെണ്ണ്? ഏത് പെണ്ണാന്നാ? ദേ, നീ ഇത് കണ്ടോ? ജോൺ സാറ് കോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയാ ഇനി? എന്നെ നിന്നെ അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കഴുത്തറുത്ത് കൊന്നുകളയും. കർണ, ഞാൻ പറഞ്ഞത് എന്തായി? ഓപ്പറേഷൻ ലഡു ജസ്റ്റ് മിസ്സായി. നെക്സ്റ്റ് ടൈം ടാർഗറ്റ് മിസ്സാവില്ല ജോൺ സാർ. നീ പേടിക്കണ്ടടാ, അതിന് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് നീ ഞാൻ കേൾക്ക്, അത് മാത്രം ചെയ്. നമ്മളിവിടെ വന്നത് വളരെ തെറ്റായിപ്പോയി. നമുക്ക് നമ്മുടെ നാടാ നല്ലത്. ഈ സിറ്റി വേണ്ട, നമുക്ക് പോവാം. വീണ്ടും അവള് തുടങ്ങി ഓരോരോ പറച്ചല്. ബസ് വരുന്നുണ്ട്, നമുക്ക് പോവാം. വാടാ. ഈ കൊച്ചി കാണാൻ കളർഫുള്ളാണ്, പക്ഷേ വളരെ തരികിടയാണ്. എൻ്റെ കാല് രണ്ടും ഒരു വഴിയായി. എല്ലാ ലൈറ്റ്സ് ഓക്കെ അല്ലേ? ചെക്ക് ചെയ്തോ? റെഡിയായോ? ഓക്കെയാണ്. ഇത് എവിടെ വെക്കണ്ടേ? എടാ, നീ ഒന്ന് ചെക്ക് ചെയ്തേ. നീ അതെങ്കിൽ തന്നെ. 1 2 3 4 all lights on. ലൈറ്റ് എല്ലാം വന്നല്ലോ. മച്ചാനെ വന്നടാ, ലാഗ് നട മച്ചാനെ, അടിച്ചൊന്ന് പൊളിക്കടാ. വടാ വടാ വടാ. മച്ചാനെ സൈഡ് ഡിഷ് റെഡിയാണ്, അടിച്ച് പൊളിക്കണ്ടെന്ന്. മച്ചാനെ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് നമുക്കൊരു കലക്ക് കലക്കടേ. മച്ചാനെ ആദ്യം ഒഴിക്കടാ. Cheers! Cheers! എടാ ഇരിക്കടാ, എണീക്കലടാ. ഇരിക്കടാ. എല്ലാവരും എവിടെ പോവാടാ? എന്താണ് ഹാപ്പി ബർത്ത്ഡേ ടു ലാലപ്പനോ? ഇതാരാണ് എഴുതിയത്? അതൊക്കെ വിട്. നീ ആദ്യം വെട്ട്. വെട്ടാൻ ഇതെന്താ, ആടാണോ മാടാണോ? ദിസ് ഈസ് കേക്ക്. സോഫ്റ്റ് ആയിട്ട് പറയടാ. എന്ത് പറയണമെന്ന്? കട്ട് ചെയ്യോ. അത് ഇംഗ്ലീഷ് അല്ലേ? അങ്ങനെ. ഞാൻ പറഞ്ഞത് മലയാളം. അത് കറക്റ്റ്. എന്താടാ? അത് ഇങ്ങനെ. എങ്ങനെ? ഇംഗ്ലീഷില് കട്ടും, മലയാളത്തില് വെട്ടും. ഇത് രണ്ടിനും ആവശ്യമുള്ളത് ലവ്. സ്നേഹം. പ്രേമം. സ്നേഹം കൊണ്ട് സാധിക്കാൻ പറ്റാത്തത് എന്താടാ? എടാ, ആദ്യം അവനെ കേക്ക് വെട്ടേ സമ്മതിക്കടാ. അളിയ എന്താടാ ചെയ്യുന്നേ? എന്താടാ? പോടാ. ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും വിടുന്നില്ലല്ലോ. എന്നൊക്കെ ഞാൻ എന്താടാ ഇത്? കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കത്തിയില്ല, കോടാലിയും ഇല്ല. ഒരു ബ്ലേഡ് എങ്കിലും താടാ. ഏയ്, നീ അങ്ങോട്ടൊന്ന് നോക്കടാ. അതെ, കത്തിയല്ല, കത്തി എന്റെ കയ്യിലുണ്ട്. ഏയ്, കത്തി ഇല്ലടാ. അത് സൂചിയായിരുന്നു. അതിന്റെ മേലാണ് നീ ഇത്ര ഇരുന്നത്. ഇപ്പൊ നിന്റെ ബാഗ് ഇപ്പൊ പഞ്ചറായി കാണുമല്ലോ. എടാ, സമയം പോയോണ്ടിരിക്കുകയാണ്. രാത്രി സമയത്ത് നല്ല നേരം പോയാ പിന്നെ അത് കിട്ടില്ല. ഒന്ന് വേഗം കേക്ക് മുറിയട്ടെ. മുറുക്കി കട്ട് ചെയ്യാൻ പോവാണേ. എടാ, ഇവൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നേ? കഴിക്ക്. അയ്യോ ദൈവമേ, എനിക്കൊന്നും വേണ്ടടാ. നീ കഴിക്ക്. നിനക്കോ? ഞാനീ കളിക്കില്ലടാ മോനെ. ആട്ടവും പാട്ടും ആഘോഷവും എല്ലാം തന്നെ വേസ്റ്റ് ആണ്. ധനുഷിന് ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ഫ്രണ്ട്സാണ്. അതിൽ ഇവളും വരുത്തിയ ദീപിക. ഞാൻ എത്തിപ്പോയല്ലോ. എന്താടാ ഇത്, ബീർ ബോട്ടിലായിട്ട്? നീ എന്റെ കൂടെ തന്നെ വന്നോ? രാത്രിയിൽ വരുന്ന ചന്ദ്രന് നിന്റെ ഇത്രയും പ്രകാശമില്ല. അതിലും വലിയ പ്രകാശമാണ് നിന്റെ മുഖത്തുനിന്ന് വരുന്ന പ്രകാശം. ഈയാണ് എന്റെ ചന്ദ്രൻ. ഈ റോസ് നിനക്ക് മാത്രം സ്വന്തം. എന്റെ ചക്രേ, ചെറുപ്പം മുതലുള്ള നിന്റെ ശീലം മാറിയിട്ടില്ല അല്ലേ? ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നേ? അതെ അതെ. കലക്ക്.
Marathon.